അമേരിക്കയിൽ ഉപരിപഠനം പൂർത്തിയാക്കിയിട്ടും ജോലി ലഭിക്കാതെ നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്ന 27കാരനായ ഇന്ത്യൻ യുവാവ് തന്റെ അവസ്ഥ വിവരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് എത്തിയിരിക്കുകയാണ്. മാസ്റ്റേഴ്സ് ബിരുദം നേടി ധാരാളം ജോലികൾക്കായി അപേക്ഷിച്ചിട്ടും തൊഴിൽ നേടാൻ സാധിക്കാതെ വന്നതിനെ തുടർന്നാണ് യുവാവ് നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നത്. വിസ സ്റ്റാറ്റസ്, സ്പോൺസർഷിപ്പ് ആവശ്യകത എന്നിവ തൊഴിൽ ലഭ്യതയെ പ്രതികൂലമായി ബാധിച്ചതായി യുവാവ് പറയുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ പങ്കുവച്ച പോസ്റ്റിലാണ് യുവാവ് തന്റെ അവസ്ഥ വിവരിക്കുന്നത്. പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ അമേരിക്കയിൽ വന്നത് 2022 ഓഗസ്റ്റിലാണ്. 2023 ഡിസംബറിൽ മാസ്റ്റേഴ്സ് പൂർത്തിയാക്കി. 2024 ഫെബ്രുവരി മുതൽ ഇതുവരെ എനിക്ക് തൊഴിൽ ലഭിച്ചിട്ടില്ല. ഞാൻ ശ്രമിക്കാതിരുന്നിട്ടില്ല. ദിവസവും 30-ൽ കൂടുതൽ ജോലികൾക്ക് അപേക്ഷിച്ചു. ഏതെങ്കിലും ഇന്റർവ്യൂ കിട്ടിയാൽ പോലും വിസ സ്റ്റാറ്റസ് കാരണം നിങ്ങൾ യോഗ്യനല്ലെന്നോ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ആവശ്യമായതുകൊണ്ട് പരിഗണിക്കാനാവില്ലെന്നോ പറയും. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്, യുവാവ് വിവരിച്ചു. പോസ്റ്റിന് താഴെ നിരവധി പേർ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുവാവിന്റെ അനുഭവം പല വിദേശ വിദ്യാർത്ഥികൾക്കും സാധാരണയായി വരുന്ന ഒന്നാണെന്നാണ് പലരുടെയും അഭിപ്രായം. മത്സരമുള്ള തൊഴിൽ വിപണിയിൽ വിദേശ ബിരുദധാരികൾക്ക് ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു. ഒരാളുടെ കമന്റ് ഇങ്ങനെയാണ്: എല്ലാം ശരിയായി ചെയ്തിട്ടും പരാജയപ്പെടാം, അതാണ് ജീവിതം. നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോൾ നല്ല കാര്യങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. മറ്റൊരാളുടെ പ്രതികരണം ഇങ്ങനെയാണ്: നിങ്ങളുടെ വിധിയാണ്. നിങ്ങളുടെ വിധി ഇന്ത്യയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. വിഷമിക്കേണ്ട, നിങ്ങൾ നന്നായിരിക്കും. ഒരുപക്ഷെ ജോലി കിട്ടാഞ്ഞത് നന്നായി എന്ന് ഒരു ദിവസം നിങ്ങൾ പറയും. ഇപ്പോൾ അമേരിക്കയിൽ തൊഴിൽ ലഭിക്കാൻ വലിയ മത്സരമാണെന്ന് മറ്റൊരാൾ കമന്റ് ചെയ്തു. കോവിഡിന് ശേഷം സാമ്പത്തിക വളർച്ചയ്ക്കായി ധാരാളം വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചു. കൂടാതെ ഓഫ് ഷോറിംഗ്, AI പോലുള്ള സാങ്കേതിക വിദ്യകൾ കാരണം ധാരാളം വൈറ്റ് കോളർ ജോലിക്കാർ പുറത്തായി. അതിനാൽ എല്ലാവർക്കും ജോലി കണ്ടെത്താൻ ആവശ്യത്തിന് ഒഴിവുകളില്ല. കമ്പനികൾക്ക് കുറഞ്ഞ ചെലവിൽ പ്രാദേശികമായി ജോലിക്കാരെ ലഭിക്കുമ്പോൾ വിദേശികൾക്ക് കൂടുതൽ പണം നൽകാൻ അവർ തയ്യാറാകില്ല. ഇത് നിങ്ങളുടെ കാലഘട്ടത്തിലെ മോശം സമയമാണ്. കൂടാതെ പല രാജ്യങ്ങളിലും കുടിയേറ്റ വിരുദ്ധ വികാരം വർദ്ധിക്കുന്നുണ്ട്. 3-4 വർഷം മുൻപായിരുന്നെങ്കിൽ നിങ്ങളുടെ അനുഭവം മറ്റൊന്നായനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയിൽ വലിയ കാര്യമൊന്നുമില്ലെന്നും വെറുതെ പണം സമ്പാദിക്കുകയും നികുതി നൽകുകയും ചെയ്യുന്നത് ധാർമ്മികമായി തെറ്റാണെന്നുമാണ് മറ്റൊരാളുടെ അഭിപ്രായം. നിങ്ങൾ സമ്പാദിക്കുന്ന പണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നികുതിയായി നൽകുക. എന്തിനാണ് ഇത്ര വിചിത്രമായ ആളുകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അധികം വിഷമിക്കേണ്ട, നിങ്ങളുടെ പരിശ്രമങ്ങൾ മറ്റെവിടെയെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ഉപകരിക്കുമെന്നും മറ്റൊരാൾ ആശ്വസിപ്പിച്ചു. അമേരിക്കൻ വിസ ലഭിക്കുന്നതിലെ കാലതാമസവും തൊഴിൽ വിപണിയിലെ മാന്ദ്യവും ഇന്ത്യക്കാരടക്കമുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് വെല്ലുവിളി ഉയർത്തുകയാണ്. പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുന്ന H-1B വിസ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനമായിരുന്നു. 2022 2,66,147 പേർക്കും 2023 2,13,901 പേർക്കും ഈ വിസ ലഭിച്ചു. 2024 ലഭിച്ച H-1B വിസകളിൽ 71% ഇന്ത്യക്കാർക്കാണ്. എന്നാൽ ട്രംപ് ഭരണകാലത്ത് H-1B വിസ ഫീസ് $1,00,000 വർദ്ധിപ്പിച്ചതോടെ പല കമ്പനികളും സ്പോൺസർ ചെയ്യാൻ മടിക്കുകയാണ്. പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കാണ് വിസ ഫീസ് വർധന പ്രഹരമായത്. ഇതിനിടെ ഗൂഗിൾ, മെറ്റ, ആമസോൺ പോലുള്ള വലിയ കമ്പനികളിൽ പിരിച്ചുവിടലുകളും നടക്കുകയാണ്.